ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ലാൽ സലാം മൈ എക്സ്പെക്റ്റേഷൻ, ലാൽ സലാം മൂവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകൾ. അതാണ് ഇന്ന് നോക്കുന്നത്. ലാൽ സലാം ഫെബ്രുവരി 9 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രം. ഫസ്റ്റ് പൊങ്കൽ റിലീസായിട്ടാണ് ചിത്രം പ്ലാൻ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് ഫെബ്രുവരി 9 മാറ്റുകയായിരുന്നു. ഈ ചിത്രത്തിലേക്ക് ഇത്ര എക്സ്പെക്റ്റ് ചെയ്യുവാനായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഹൈപ്പ് കൂടുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ മനുഷ്യനുള്ളത് കൊണ്ടാണ്. യെസ്, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ജയിലറിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രം. പക്ഷേ ഇത് അദ്ദേഹം ഒരു കാമിയോ റോളായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഗസ്റ്റ് റോളാണ്, സ്പെഷ്യൽ അപ്പീരിയൻസ് ആണ് ഈ ചിത്രത്തിൽ. കുറച്ച് നേരമേ അദ്ദേഹം ഉള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസാണ് ഈ ചിത്രത്തിലേക്ക് കാത്തിരിക്കുവാനായിട്ട് ആരാധകരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന വേഷങ്ങളിൽ വിഷ്ണു വിശാലും വിക്രാന്തുമാണ്. വിഷ്ണു വിശാൽ രാക്ഷസൻ പോലുള്ളൊരു വലിയ ഹിറ്റ്. അതിനുശേഷം അദ്ദേഹത്തിന് കരിയറിൽ വലിയ ചലനമുണ്ടായിട്ടില്ല. അതുപോലെ വിക്രാന്തും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഹിറ്റുകൾക്കായിട്ട്. വിക്രാന്ത് വിജയുടെ കസിനാണ്. അപ്പോൾ ഈ രണ്ട് യുവതാരങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട ചിത്രമായിരിക്കും ഈ ഒരു ചിത്രം എന്ന് പറയുന്നത്. കാരണം രജനീകാന്ത് എന്നൊരു ഫാക്ടർ ഇതിലുള്ളത് കൊണ്ട് തന്നെ. ഇതിൻ്റെ ഡയറക്ഷൻ രജനീകാന്തിൻ്റെ മകൾ ഐശ്വര്യ രജനീകാന്തിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് ഇത്. ആദ്യത്തെ ചിത്രം 3 നല്ല ഓളം ഉണ്ടാക്കിയെങ്കിലും പക്ഷേ അത് തിയേറ്ററിൽ പരാജയപ്പെടുകയായിരുന്നു. 2012 പുറത്തിറങ്ങിയ 3 അത്ര ശ്രദ്ധിക്കപ്പെടുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അതിലെ കൊലവരി സോങ്ങാണ്. ആ സോങ് ഉണ്ടാക്കിയ ഓളം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറയുന്നത് തിയേറ്ററിൽ പക്ഷേ ചിത്രം പരാജയപ്പെട്ടു. ധനുഷായിരുന്നല്ലോ നായകൻ, ധനുഷും ശ്രുതിഹാസനും. പിന്നീട് 2015 വെയ്രാജ വെയ് എന്നൊരു ചിത്രം എടുത്തെങ്കിലും അതും പരാജയപ്പെട്ടു. അപ്പോൾ മൂന്നാമത്തെ ചിത്രമാണ് ഈ ലാൽ സലാം എന്നത്. അതും അച്ഛനെ ഡയറക്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം മകൾക്ക് ലഭിച്ചു എന്ന് പറയാം. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ വളരെയധികം ഒരു പ്രോമിസിംഗ് ആയിട്ട് തോന്നി. കാരണം ഒരു വില്ലേജ് പശ്ചാത്തലമാണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ വില്ലേജ് ആ ഒരു സീക്വൽസ് കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഓർമ്മ വന്നത് സുബ്രഹ്മണ്യപുരം സിനിമയാണ്. പിന്നെ സ്പോർട്സ് രീതിയിലുള്ള സിനിമയാണെന്ന് തോന്നുന്നു. കാരണം ക്രിക്കറ്റ് ബേസ് ആയിട്ടുള്ള സ്റ്റോറിയാണെന്നാണ് തോന്നുന്നത്. സ്പോർട്സ് സിനിമകൾ എന്നും പ്രേക്ഷകരെ ആകർഷിക്കും. കാരണം വളരെ നല്ലൊരു മോട്ടിവേഷനായിരിക്കും. ഒരു മോട്ടിവേഷൻ ഫാക്ടറുള്ള സിനിമയാണെന്നും കൂടി തോന്നുന്നു. പിന്നീട് രജനീകാന്ത് അവതരിപ്പിക്കുന്ന മുസ്ലിം ക്യാരക്ടർ, അദ്ദേഹം അങ്ങനെ റെയറായിട്ടാണ് മുസ്ലിം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. അതും ഒരു പ്രത്യേകതയാണെന്ന് പറയാം. പിന്നെ അതിൽ പറയുന്നൊരു ഡയലോഗ് വളരെയധികം ആകർഷണീയമായി തോന്നി. രജനീകാന്ത് പറയുന്ന പയ്യൻ സമ്പാദിച്ച വീട്ടുക്ക് പെരുമ, പയ്യ സാധിച്ച നാട്ടുകെ പെരുമ, അതൊരു വളരെയധികം ഒരു മോട്ടിവേഷനായിട്ട് ഒരു ഡയലോഗായിട്ട് തോന്നി. അങ്ങനെ വളരെ നല്ലൊരു ട്രെയിലറാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ചിത്രം മിക്കവാറും ഇദ്ദേഹം ഉള്ളതുകൊണ്ട് തന്നെ, രജനീകാന്ത് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ചിത്രം എത്തും എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. പിന്നെ പടം കണ്ടു കഴിഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ട്രെയിലർ നല്ല പ്രോമിസിങ് തരുന്ന ഒരു ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മ്യൂസിക് AR റഹ്മാനാണ്. പക്ഷേ സമീപകാലമായി AR റഹ്മാൻ അത്ര ഔട്ട് ഓഫ് ഫോമിലാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അവസാനമായി പുറത്തിറങ്ങിയ അയലാനൊന്നും മ്യൂസിക്കൊന്നും വേണ്ട രീതിയിൽ, അത്ര പാട്ടുകളൊന്നും വേണ്ട രീതിയിൽ ക്ലിക്കായില്ല. പിന്നെ തേർത്തിരുവ എന്നൊരു സോങ് ഉണ്ടെങ്കിലും വലിയ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ BGM ഒക്കെ പടം കണ്ടാലേ നമുക്കത് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല ഫൈറ്റ് സീക്വൻസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ട്രെയിലർ കണ്ടപ്പോഴേ. രജനീകാന്തിൻ്റേതായ സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് സീക്വൻസും. സ്പെഷ്യലി എല്ലാവരും കാത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എൻട്രിക്ക് വേണ്ടിയായിരിക്കും ലാൽ സലാം. യുവതാരങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നടനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് വെച്ച് ഈ വിഷ്ണു വിശാലെ പോലുള്ള താരങ്ങൾക്ക് കരിയറിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു ചാൻസ് ആയിരിക്കും ഈ ചിത്രം എന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.